എല്ലാവർക്കും സ്നേഹവന്ദനം. ലോക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഭരണ സംവിധാനം നിലനിന്ന ഒരു കാലഘട്ടമാണ് റോമൻ കാലഘട്ടം. റോമൻ നിയമ സംവിധാനം, നഗര സംവിധാനം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാസ്തുകല തുടങ്ങിയവയെല്ലാം ആധുനിക ലോകത്തെ പോലും സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ റോമൻ കാലഘട്ടത്തെ ബൈബിൾ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ നിരവധി ബൈബിൾ പ്രവചനങ്ങൾ അത്ഭുതകരമായി പൂർത്തീകരിക്കപ്പെടുകയും ഭാവികാല ബൈബിൾ പ്രവചനങ്ങളിലേക്ക് വെളിച്ചം വീശുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് കാണുവാൻ കഴിയും. അതിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട ചില പ്രവചന നിവൃത്തികളും ഇനിയും പൂർത്തീകരിക്കാനുള്ള ചില പ്രവചനങ്ങളുമാണ് ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. റോമൻ ഭരണത്തെ ശക്തമായി നിലനിർത്തിയിരുന്ന ഒരു വസ്തുത അവരുടെ കർക്കശമായ നിയമ സംവിധാനമായിരുന്നു. റോമൻ ഭരണകൂടത്തെ എതിർത്ത് സംസാരിക്കുന്ന ആരെയും കാത്തിരുന്നത് ക്രൂരവും ഭയാനകവുമായ ക്രൂശ് മരണമായിരുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ക്രൂരമായ ഈ ശിക്ഷാവിധി നിർത്തലാക്കിയത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചുള്ള അത്ഭുത ദർശനം ചക്രവർത്തിയിൽ വരുത്തിയ മാറ്റങ്ങളാണ് അതിന് കാരണമാക്കിയത്. റോമാക്കാർക്ക് മുൻപ് തന്നെ ക്രൂശ് മരണം നടന്നതായി ചരിത്രം പറയുന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചുള്ള ഒരു ബൈബിൾ പ്രവചനം യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും, താടി പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മറച്ചില്ല. പേർഷ്യക്കാരും അസീറിയക്കാരും വ്യത്യസ്തങ്ങളായ ക്രൂശ് മരണം നടപ്പാക്കിയിരുന്നതായി ചരിത്രം പറയുമ്പോൾ ബൈബിൾ പ്രവചനം പൂർത്തീകരിക്കും വിധം ചമ്മട്ടി കൊണ്ട് അടിച്ചും ക്രൂശ് ചുമപ്പിച്ചും കൈത്തണ്ടയിലും കാലുകളിലും ആണികൾ തറച്ചും കുറ്റവാളിയെ തുപ്പിയും പരിഹാസവാക്കുകൾ കൊണ്ട് അപമാനിച്ചും ക്രൂശ് മരണം നടപ്പിലാക്കിയത് റോമാക്കാർ മാത്രമായിരുന്നു. യേശു ക്രൂശിൽ മരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാവീദ് രാജാവ് രേഖപ്പെടുത്തിയ ഒരു പ്രധാന പ്രവചനമാണ്: അവൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല എന്നത്. ക്രൂശിക്കപ്പെട്ടവരുടെ മരണം വേഗത്തിലാക്കാൻ കാലുകൾ ഒടിക്കുന്ന രീതി റോമാക്കാർക്കുണ്ടായിരുന്നു. എന്നാൽ അത്ഭുതകരമായാണ് ഈ പ്രവചനം യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടത്. യേശുവിനെ ക്രൂശിച്ചതിൻ്റെ പിറ്റേന്ന് യഹൂദന്മാരുടെ ഒരുക്കനാളും ശബത്ത് നാളും ആയിരുന്നതുകൊണ്ട് ശബത്തിൽ ശരീരങ്ങൾ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുപ്പിക്കണമെന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. എന്നാൽ പടയാളികൾ ക്രൂശിച്ചിരുന്നവരുടെ അടുക്കൽ എത്തിയപ്പോൾ യേശു മരിച്ചതായി കണ്ടതുകൊണ്ട് യേശുവിൻ്റെ അസ്ഥികൾ മാത്രം ഒടിച്ചില്ല, കൂടെയുള്ളവരുടെ അസ്ഥികൾ ഒടിക്കുകയും ചെയ്തു. അതോടെ അവൻ്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല എന്ന പ്രവചനം അത്ഭുതകരമായി പൂർത്തിയായി. ഈ അത്ഭുതകരമായ പ്രവചന നിവൃത്തിക്ക് പിന്നിൽ പഴയ നിയമത്തിലെ പെസഹ സംഭവമായും ബന്ധമുണ്ട്. യേശു ക്രൂശിക്കപ്പെടുന്നതിന് 1000 വർഷം മുമ്പ് യഹോവ മോശയോട് പെസഹായെക്കുറിച്ച് കൽപ്പിച്ചപ്പോൾ പാപപരിഹാരത്തിനായി ബലിയർപ്പിക്കുന്ന ആട്ടിൻകുട്ടിയുടെ അസ്ഥികൾ ഒടിക്കരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. പഴയ നിയമ കാലഘട്ടത്തിലെ ആട്ടിൻകുട്ടിയുടെ പുതിയ നിയമ പ്രതീകമാണ് യേശുക്രിസ്തു. സ്നാപക യോഹന്നാൻ യേശു കർത്താവിനെ യഹൂദന്മാർക്ക് പരിചയപ്പെടുത്തുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക: ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണത്. യേശുവിൻ്റെ അസ്ഥി ഒടിക്കാൻ വന്ന പടയാളികൾ യേശുവിൻ്റെ മരണം സ്ഥിരീകരിക്കാൻ കുന്തം കൊണ്ട് കുത്തി നോക്കിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാവിയിൽ പൂർത്തീകരിക്കാനുള്ള 2 പ്രവചനങ്ങൾ ഈ സംഭവത്തോടനുബന്ധിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്നു. അതിലൊന്ന് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവചനമാണ്. അത് ഇപ്രകാരമാണ്: ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്, ആമേൻ. യേശു കർത്താവ് ഒന്നാമത് ഭൂമിയിൽ വന്നപ്പോൾ അത് പാലസ്തീൻ പ്രദേശത്തുള്ള കുറച്ചു പേർക്ക് മാത്രമേ നേരിട്ട് കാണാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഏത് കണ്ണും അവനെ കാണുകയും അവനെ കുത്തിത്തുളച്ചവർ പോലും അവൻ യഥാർത്ഥ മശിഹ ആയിരുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യും എന്നതാണ് ഈ പ്രവചനം വെളിപ്പെടുത്തുന്നത്.
രണ്ടാമത്തെ പ്രവചനം സക്കറിയ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അന്നാളിൽ ഞാൻ യെരുശലേമിൻ്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവൻ അവനെക്കുറിച്ച് വ്യസനിക്കും. ജെറുസലേമിന് നേരെ സകല ജാതികളും, ഓൾ നേഷൻസ്, കടന്നു വരുന്നതിനെക്കുറിച്ചും യഹൂദന്മാരുടെ കഷ്ടത ജെറുസലേമിനെ സംബന്ധിച്ചുള്ളതാണെന്നും ആ മഹാപീഡയുടെ മധ്യത്തിൽ അവരുടെ യാചനകൾക്ക് മുൻപിൽ കൃപയുടെ ആത്മാവിനെ പകരുമെന്നും തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കുമെന്നും ഈ പ്രവചനം വെളിപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചും യെരുശലേമിന് നേരെ രാജ്യങ്ങൾ ഒന്നിച്ച് വരുന്നതിനെക്കുറിച്ചും യഹൂദജനത്തിൻ്റെ കഷ്ടതയെക്കുറിച്ചും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക കാല പ്രസക്തിയുള്ളതും ഇനി സംഭവിക്കാനുള്ളതുമായ ഭയങ്കരമായ ആ പ്രവചനം സക്കറിയ പ്രവാചകൻ 14-ാം അധ്യായത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിപ്പാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധദിവസത്തിൽ പൊരുതതുപോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. യേശുക്രിസ്തു ഒന്നാമത് വന്നപ്പോൾ യഹൂദന്മാർക്ക് മശിഹായെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർ അവനെ കുത്തിത്തുളച്ചു. എന്നാൽ ആ മുറിവുകൾ തന്നെ അവനെ വെളിപ്പെടുത്തുന്നതിന് കാരണമാകുമെന്ന് സക്കറിയ പ്രവാചകൻ വെളിപ്പെടുത്തുന്നു. നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. ദൈവം ഇസ്രായേലിനോട് ഇടപെടുകയും തൻ്റെ ജനത്തെ ശുദ്ധീകരിക്കുന്ന ആ കാലഘട്ടം മഹാകഷ്ടകാലമാണെന്നും ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. സർവ്വദേശത്തിലും 2/3 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും. 1/3 ശേഷിച്ചിരിക്കും. 1/3 തീയിൽ കൂടി കടത്തി വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ അവരെ ഊതിക്കഴിക്കും. പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. വെളിപ്പാട് പുസ്തകം 4 മുതൽ 19-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിലാണ് ആ കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യമാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണത്. എന്നാൽ 4-ാം അധ്യായം മുതൽ ഈ വാക്യം കാണാൻ കഴിയുന്നില്ല. പകരം 4-ാം അധ്യായം തുടങ്ങുന്നത്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന വാക്യത്തോടെയാണ്. ദൈവസഭ ഭൂമിയിൽ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് വെളിപ്പാട് 4-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമിയിലെ വലിയ കഷ്ടതയെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ ഭൂകമ്പങ്ങൾ, സൂര്യൻ കരിമ്പടം പോലെ കറുക്കുന്നു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീരുന്നു, ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴുന്നു, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകുന്നു. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാട്ടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ എന്ന് വിലപിക്കുന്നു. ഭയം കൊണ്ട് ലോകം വിറയ്ക്കുന്നു. സമാധാനത്തിനായി മനുഷ്യൻ വിലപിക്കുന്നു. മനുഷ്യൻ മരണം കൊതിക്കുന്നു. എന്നാൽ ഈ സംഭവ വികാസങ്ങളുടെ അന്ത്യത്തിൽ സംഭവിക്കുന്ന 2 പ്രവചനങ്ങൾ കൂടെ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അതിലൊന്ന് മത്തായി സുവിശേഷകൻ 24-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും എന്ന വാക്യമാണ്. ഇവിടെ പ്രസംഗിക്കുന്ന സുവിശേഷം രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. എന്നാൽ ആ രാജ്യം ഏതാണെന്ന് സക്കറിയ പ്രവാചകൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം
ഏകവും ആയിരിക്കും. രണ്ടാമത്തേത് സക്കറിയ പ്രവാചകൻ രേഖപ്പെടുത്തിയ അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരുശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും എന്ന പ്രവചനമാണ്. ഈ രണ്ട് പ്രവചനങ്ങളും വെളിപ്പെടുത്തുന്നത് യേശുകർത്താവിൻ്റെ പുനരാഗമനവും ഒരിക്കൽ അവനെ തള്ളിക്കളഞ്ഞവരും കുത്തിത്തുളച്ചവരും അടക്കം ഏത് കണ്ണും അവനെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദിവസത്തെക്കുറിച്ചുള്ള പ്രവചന മുന്നറിയിപ്പാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടനുബന്ധിച്ച് വെളിപ്പെടുത്തിയ പ്രവചനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തന്നെ തള്ളിപ്പറയുന്നവരും കുത്തിത്തുളച്ചവരും ഒരിക്കൽ മശിഹായെ തിരിച്ചറിയും എന്ന പ്രവചനം. എന്നാൽ അത് മഹാകഷ്ടതയുടെ നടുവിലാണെന്നും അവനൊന്ന് വന്നാ മതി എന്നാഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണെന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ബൈബിൾ വെളിപ്പെടുത്തിയപ്പോൾ നാം എത്തിച്ചേർന്ന കാലഘട്ടത്തിൽ ഈ സാഹചര്യങ്ങളെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതാണ്. അത് നമ്മെ ഭയപ്പെടുത്തുകയും നമ്മെ തന്നെ ശോധന ചെയ്ത് വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതിനായി ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ചരിത്രത്തിലെ മറ്റൊരു ബൈബിൾ രഹസ്യവുമായി നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.